നമ്മുടെ സൗരയൂഥത്തിന്റെ മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന സൂര്യൻ ചൂടുള്ളതും തിളങ്ങുന്നതുമായ വാതകത്തിന്റെ ഒരു ഭീമാകാരമായ പന്താണ്. ഏകദേശം 4.6 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് നെബുല എന്നറിയപ്പെടുന്ന പൊടിയുടെയും വാതകത്തിന്റെയും ഒരു വലിയ മേഘത്തിൽ നിന്ന് ഉയർന്നുവന്നതോടെയാണ് ഇതിന്റെ കഥ ആരംഭിക്കുന്നത്. ഗുരുത്വാകർഷണം ഭീമാകാരമായ സ്കെയിലുകളിൽ പ്രവർത്തിക്കുന്നത് ഈ മേഘം തകരാൻ കാരണമായി, നമ്മുടെ സൂര്യന്റെ ജനനത്തിന് കാരണമായി. സൂര്യൻ നിരവധി പാളികൾ ഉൾക്കൊള്ളുന്നു, ഓരോന്നിനും അതിന്റേതായ പ്രത്യേക സ്വഭാവങ്ങളുണ്ട്. അതിന്റെ കാമ്പിൽ ഊഹിക്കാനാവാത്ത മർദ്ദവും താപനിലയും ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന പ്രക്രിയയെ നയിക്കുന്നു. ഇവിടെ ഹൈഡ്രജൻ ആറ്റങ്ങൾ കൂട്ടിയിടിച്ച് ഒന്നിച്ച് ഹീലിയം രൂപപ്പെടുന്നു. ഈ സംയോജനം അതിശയിപ്പിക്കുന്ന അളവിലുള്ള ഊർജം പുറപ്പെടുവിക്കുന്നു. ഇത് സൂര്യന്റെ പ്രകാശത്തിന്റെയും താപത്തിന്റെയും ഉറവിടമാണ്. സൂര്യൻ ഉൽപ്പാദിപ്പിക്കുന്ന ഊർജം വൈദ്യുതകാന്തിക വികിരണത്തിന്റെ രൂപത്തിൽ പുറത്തേക്ക് പ്രസരിക്കുന്നു. ഇത് ഒരു വലിയ തരംഗദൈർഘ്യത്തിൽ വ്യാപിക്കുന്നു. നമ്മുടെ ലോകത്തെ പ്രകാശിപ്പിക്കുന്ന ദൃശ്യപ്രകാശവും നമ്മുടെ കണ്ണുകൾക്ക് അദൃശ്യവും എന്നാൽ സൂര്യന്റെ സവിശേഷതകളെക്കുറിച്ചുള്ള സുപ്രധാന വിവരങ്ങൾ വഹിക്കുന്ന അൾട്രാവയലറ്റ് രശ്മികളും ഇൻഫ്രാറെഡ് വികിരണങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. നമ്മുടെ ഗ്രഹത്തിലെ ജീവന്റെ നിലനിൽപ്പിന് സൂര്യന്റെ ചൂടും വെളിച്ചവും അത്യന്താപേക്ഷിതമാണ്. സൂര്യനിൽ നിന്ന് ശരിയായ അകലത്തിൽ സൗകര്യപ്രദമായി സ്ഥിതി ചെയ്യുന്ന ഭൂമി അതിൽ തഴച്ചുവളരുന്ന വൈവിധ്യമാർന്ന ആവാസവ്യവസ്ഥയെ നിലനിർത്താൻ ആവശ്യമായ ഊർജം സ്വീകരിക്കുന്നു. ഫോട്ടോസിന്തസിസ് എന്നറിയപ്പെടുന്ന ഒരു പ്രക്രിയയിലൂടെ ഭൂമിയിലെ സസ്യങ്ങൾ സൂര്യന്റെ ഊർജത്തെ ഉപയോഗപ്പെടുത്താനുള്ള ശ്രദ്ധേയമായ കഴിവ് വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. പ്രകാശം, അന്തരീക്ഷത്തിൽ നിന്നുള്ള കാർബൺ ഡൈ ഓക്സൈഡ്, ഭൂമിയിൽ നിന്നുള്ള വെള്ളം എന്നിവ ഉപയോഗിച്ച് സസ്യങ്ങൾ ഈ അസംസ്കൃത വസ്തുക്കളെ ഓക്സിജനും ഗ്ലൂക്കോസും ആക്കി മാറ്റുന്നു. ഈ അടിസ്ഥാന പ്രക്രിയ ഭക്ഷ്യ ശൃംഖലയുടെ അടിത്തറയായി മാറുന്നു. നമ്മുടെ ഗ്രഹത്തിലെ എല്ലാ ജീവജാലങ്ങളെയും പോഷിപ്പിക്കുന്നു. ഭൂമിയുടെ കാലാവസ്ഥയെ നയിക്കുന്നതിലും നമ്മുടെ കാലാവസ്ഥാ രീതികൾ രൂപപ്പെടുത്തുന്നതിലും സൂര്യന്റെ ഊർജം നിർണായക പങ്ക് വഹിക്കുന്നു. സൂര്യന്റെ ചൂട് ഭൂമിയുടെ ഉപരിതലത്തെ ചൂടാക്കുന്നു. ഇത് പ്രദേശങ്ങളിലുടനീളം താപനില വ്യതിയാനങ്ങൾക്ക് കാരണമാകുന്നു. ഇത് കാറ്റും സമുദ്ര പ്രവാഹങ്ങളും പോലുള്ള അന്തരീക്ഷ ചലനങ്ങൾ സൃഷ്ടിക്കുന്നു. സൂര്യന്റെ സ്വാധീനം ഇല്ലെങ്കിൽ നമ്മുടെ ഗ്രഹം വിജനവും മരവിച്ചതുമായ ഒരു ലോകമായിരിക്കും.